യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ 27ാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും, സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമുക്കറിയാം, മൃഗങ്ങൾക്ക് ഒരു ശരീരമുണ്ട്. ഈ ശരീരത്തിന് ഒരു ജീവനുമുണ്ട്. ഇതിനെ നമ്മൾ മൃഗങ്ങളുടെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് എന്ന് വിളിക്കുന്നു. മൃഗങ്ങൾക്കുള്ളതുപോലെ തന്നെ മനുഷ്യർക്കുമുണ്ട് ഒരു ശരീരം. ഈ ശരീരത്തിനും ജീവനുണ്ട്. ഇതിനെ മനുഷ്യന്റെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് എന്ന് വിളിക്കുന്നു. എന്നാൽ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശാരീരിക ജീവന് പുറമെ മറ്റൊരു ജീവൻ കൂടി ദൈവം മനുഷ്യന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ജീവനെ ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് എന്ന് വിളിക്കുന്നു. ശാരീരിക ജീവൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഒരു ജീവനാണ്. എന്നാൽ ദൈവിക ജീവന്റെ കാര്യം അങ്ങനെയല്ല. അത് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ജീവനല്ല. ദൈവിക ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജീവനാണ്. ദൈവിക ജീവൻ ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. ദൈവിക ജീവൻ ഒരു മനുഷ്യനിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവുമായി അയാൾക്ക് ഹൃദയത്തിൽ നല്ല സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. റോബോട്ടുകൾ, അതായത് യന്ത്ര മനുഷ്യർ, നമുക്കൊക്കെ പരിചിതമായ ഒരു വസ്തുവാണ്. ഞാൻ എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, അതായത് എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു റോബോട്ടിനെ കൃത്രിമമായി ഉണ്ടാക്കി എന്ന് കരുതുക. എന്ന് കരുതി ഈ റോബോട്ട് എൻ്റെ മകനോ മകളോ ആകുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം ശാരീരിക ജീവനിൽ നിന്ന് ജീവൻ പകർന്നു നൽകി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ മാത്രമേ അത് എൻ്റെ മകനോ മകളോ ആകുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കരുതി മനുഷ്യൻ ദൈവത്തിന്റെ മകനോ മകളോ ആകുന്നില്ല. ദൈവിക ജീവൻ, അതായത് ഡിവൈൻ ലൈഫ്, അത് ഒരു മനുഷ്യനിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അയാൾ ഒരു ദൈവ പൈതൽ, അതായത് ഒരു ദൈവമകനോ ദൈവമകളോ ആകുന്നുള്ളൂ. നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവ്വായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു. ദൈവം അവർക്ക് ശാരീരിക ജീവൻ നൽകി. എന്നാൽ ഇതിനു പുറമെ ദൈവം അവർക്ക് ദൈവിക ജീവനും സമർത്ഥമായി നൽകിയിരുന്നു. ഇക്കാരണത്താല് ആദവും ഹവ്വായും ദൈവ മക്കളാണ്. എന്നാൽ പിന്നീട് അവർ സാത്താന്റെ വാക്കുകേട്ട് ദൈവകൽപ്പന ലംഘിച്ചു. ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നു. ഇതോടെ ദൈവവും അവരും തമ്മിലുള്ള സ്നേഹബന്ധം മുറിഞ്ഞു. ദൈവിക ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവിക ജീവൻ അവരിലേക്ക് കടന്നു വരാതെയായി. ഇതോടെ ദൈവമക്കൾ എന്ന പദവിയും ആദത്തിനും ഹവ്വായിക്കും നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ മാനദണ്ഡമനുസരിച്ച് ഈ ആദിമാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റുന്നു. ഇക്കാരണത്താല് ഇന്ന് ഓരോ മനുഷ്യ ശിശുവും ജനിക്കുന്നത് ദൈവിക ജീവൻ ഇല്ലാതെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:6 യേശു ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്. ആദി മാതാപിതാക്കൾ
നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവിക ജീവൻ, അത് ഇന്ന് ഒരു മനുഷ്യനിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്ന പ്രക്രിയയെ ആണ് നമ്മൾ ആത്മാവിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ റീബർത്ത് ഇൻ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ആത്മാവിൽ വീണ്ടും ജനനം നടക്കുമ്പോൾ ആദിമാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവിക ജീവൻ ഒരാളിലേക്ക് വീണ്ടും തിരിച്ച് പ്രവേശിക്കുന്നു. ആത്മാവിൽ വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ നടക്കണമെങ്കിൽ അയാൾ 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് ബൈബിൾ ആവശ്യപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്: അയാള് യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. അതായത് അയാള് യേശുവിനെ തന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്: അയാള് സ്നാനപ്പെടണം, അതായത് മാമോദീസ സ്വീകരിക്കണം. ഈ 2 കാര്യങ്ങൾ ഒരാൾ ചെയ്തു കഴിയുമ്പോൾ അയാളിൽ ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്നു. ആദിമാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവിക ജീവൻ അയാളിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അതായത് യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവിക ജീവൻ ഒരാളിലേക്ക് മടങ്ങി വരുന്നു. അയാളിൽ ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്നു. കത്തോലിക്കരായ നമ്മിൽ ഭൂരിഭാഗം പേരും ശിശുക്കളായിരുന്നപ്പോൾ തന്നെ സ്നാനം സ്വീകരിച്ചിട്ടുള്ളവരാണ്, അതായത് ശിശുസ്നാനം. ആ അവസരത്തില് ദൈവിക ജീവൻ കുറച്ചെങ്കിലും നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മില് ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ബോധപൂർവം യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ആത്മാവിൽ വീണ്ടും ജനനത്തിന്റെ വ്യക്തമായ ശക്തമായ പ്രായോഗികതല അനുഭവം നമ്മിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ദൈവിക ജീവൻ നമ്മളിലേക്ക് സമൃദ്ധമായി കടന്നു വരികയും ചെയ്യും. ആത്മാവിൽ വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ അയാളിൽ പ്രധാനപ്പെട്ട 5 മാറ്റങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്ത് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത്. ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ഒരാളിൽ നടക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്: അയാള് ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകളായി മാറുന്നു. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കരുതി അയാള് ദൈവത്തിന്റെ മകനോ മകളോ ആകുന്നില്ല. ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് അതൊരു മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോഴാണ് അയാള് ഒരു ദൈവ പൈതൽ, അതായത് ഒരു ദൈവമകനോ മകളോ ആയി മാറുന്നത്. യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഈ ആദിമാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവിക ജീവൻ ഒരാളിലേക്ക് മടങ്ങി വരുന്നു. അതോടെ അയാൾ ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ ആയി മാറുന്നു. ദൈവം അയാളെ തന്റെ മകനായി മകളായി ദത്തെടുക്കുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. അതായത് യേശുവിൽ വിശ്വസിച്ച് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ ഒരാൾ ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ ആയി മാറുന്നു. ഇനി ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ഒരാളിൽ അരങ്ങേറുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്: പരിശുദ്ധാത്മാവ് അയാളുടെ ഉള്ളിൽ വന്ന് സ്ഥിരമായി വസിക്കുവാൻ ആരംഭിക്കുന്നു. ബൈബിൾ പഴയ നിയമത്തിലൂടെ കടന്നു പോരുമ്പോൾ
നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. അതായത് ഓരോ സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളിൽ വന്നു വസിക്കുകയും ദൈവ വേലയുടെ ചില പ്രത്യേക പ്രവൃത്തികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നതോടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് സ്ഥിരമായി വസിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തു വെച്ച് അതിലെ നിയമങ്ങൾ സ്വന്തം ശക്തിയാൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. പിന്നെയോ അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. യേശുവിൽ വിശ്വസിച്ച് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്ന് സ്ഥിരമായി വസിക്കുവാൻ ആരംഭിക്കുന്നു. പിന്നെ അയാൾ പോകേണ്ട വഴി പരിശുദ്ധാത്മാവ് അയാൾക്ക് ഉപദേശിച്ചു കൊടുക്കും. അയാളെ ഗൈഡ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. മാത്രമല്ല ദൈവിക സത്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ദൈവവചനങ്ങളുടെ അർത്ഥം വെളിപ്പെടുത്തി കൊടുക്കും. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ മുന്നോട്ട് നയിക്കപ്പെടുന്ന ഒന്നാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ അരങ്ങേറുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ മാറ്റം അത് എന്താണെന്ന് വെച്ചാൽ സാത്താന്റെ ആധിപത്യം അയാളിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആദി മാതാപിതാക്കളായ ആദവും ഹവ്വായും ദൈവത്തിന്റെ വാക്ക് അവഗണിച്ച് സാത്താന്റെ വാക്ക് കേട്ട് ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നു. അതോടെ സാത്താന് അവരുടെ മേൽ ഒരു ആധിപത്യം കൈവന്നു. ഡൊമീനിയൻ ഓഫ് സൈറ്റൺ അത് അവരുടെ മേൽ ഉണ്ടായി. ബൈബിളിന്റെ മാനദണ്ഡമനുസരിച്ച് ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റിയിരിക്കുന്നു. ഇക്കാരണത്താല് എല്ലാ മനുഷ്യരുടെ മേലും സാത്താന് ഒരു ആധിപത്യം ഉണ്ട്. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നതോടെ നമ്മുടെ മേലുള്ള സാത്താന്റെ ഈ ആധിപത്യം അത് അവസാനിക്കുന്നു. അത് മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. യേശുവിൽ വിശ്വസിച്ച് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നതോടെ ഒരു വ്യക്തിയുടെ മേലുള്ള സാത്താന്റെ ആധിപത്യം അവസാനിക്കുന്നു. എന്നാൽ തുടർന്നും അയാളുടെ ജീവിതത്തിൽ പിശാചിന്റെ പരീക്ഷകൾ ദൈവം അനുവദിച്ചു എന്നിരിക്കും. ഇത് ഇയാളെ വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഈ പരീക്ഷകളുടെ മേൽ വിജയം വരിക്കുവാൻ അയാൾക്ക് സാധിക്കും. അയാളെ സംബന്ധിച്ച് പിശാച് എന്ന് പറയുന്നത് പരാജയപ്പെട്ട ഒരു ശത്രു മാത്രമാണ്. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് പോലും പിശാച് യേശുവിനെ പരീക്ഷിച്ചു എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ആത്മാവിൽ വീണ്ടും ജനനം നടക്കുമ്പോൾ ഒരു വ്യക്തിയിൽ അരങ്ങേറുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ പാപത്തിന്റെ ആധിപത്യം അയാളിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഡൊമീനിയൻ ഓഫ് സിൻ അത് അയാളിൽ അവസാനിക്കുന്നു. മനുഷ്യരായ നമ്മളെല്ലാവരും ഒരു പാപപ്രകൃതിയോടുകൂടിയാണ് ജനിക്കുന്നത്. പാപം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും പാപം ചെയ്തു പോകും. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നന്മ
ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മളിൽ എല്ലാവരിലും പാപം എന്നൊരു ബലഹീനതയുണ്ട്. ഈ ദൈവിക ജീവൻ നമ്മളിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ ഈ പാപം എന്ന ബലഹീനത, പാപത്തിന്റെ ശക്തി നമ്മിൽ നിന്ന് മാറിപ്പോവുകയുള്ളൂ. ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപത്തിൽ പങ്കുപറ്റുന്നത് മൂലം ദൈവിക ജീവൻ ഇല്ലാതെയാണ് ഓരോ മനുഷ്യ ശിശുവും ജനിക്കുന്നത്. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവിക ജീവൻ നമ്മളിലേക്ക് മടങ്ങി വരുന്നു. ഇതോടെ പാപത്തിന്റെ ആധിപത്യം നമ്മിൽ നിന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. അതായത് യേശുവിനെ ഒരാൾ തന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ തന്നെ പാപശക്തി അയാളിൽ ഏറെ കുറയും. തുടർന്ന് ദൈവം അയാളുടെ ജീവിതത്തെ ഒരു വിശദീകരണത്തിലൂടെ കടത്തിവിടുന്നു. ഈ വിശദീകരണം പുരോഗമിക്കുന്നതനുസരിച്ച് അയാളിലെ പാപശക്തി വീണ്ടും ഒന്നിനൊന്നിന് കുറഞ്ഞു വരും. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ഒരാളിൽ അരങ്ങേറുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ ദൈവ ക്രോധത്തിൽ നിന്ന് അയാൾ മോചിതനാകുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ അനന്തമായ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡമനുസരിച്ച് ഒരാള് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ഒരു ശിക്ഷയ്ക്ക്, ഇൻഫിനിറ്റ് പെനാലിറ്റിക്ക് അർഹനാകുന്നു. ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല. മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ ഒരു പാപമെങ്കിലും ചെയ്തിട്ടുള്ളവരുമാണ്. ഇക്കാരണത്താല് മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു നിയമപരമായ പ്രശ്നം, ലീഗൽ പ്രോബ്ലം ഉണ്ട്. ഇക്കാരണത്താല് മനുഷ്യന്റെ മേൽ ദൈവക്രോധം, റോത്ത് ഓഫ് ഗോഡ്, അത് ഉണ്ട്. എന്നാൽ യേശുക്രിസ്തു ആദിമാതാപിതാക്കളുടെ ആദ്യ പാപത്തിനു വേണ്ടിയും അതുപോലെ മനുഷ്യവംശത്തിന്റെ ഇതര പാപങ്ങൾക്ക് വേണ്ടിയും ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കാൽവരിയിൽ പരിഹാരം ചെയ്തു. ഇന്ന് യേശുവിൽ ഒരാൾ വിശ്വസിച്ച് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നതോടെ അയാള് യേശുവിന്റെ കാൽവരി യാഗത്തിന്റെ യോഗ്യതയാൽ നീതീകരിക്കപ്പെടുന്നു. അയാളുടെ മേലുള്ള അനന്തമായ കടം മാറിപ്പോകുന്നു. ഇതോടെ ദൈവവും അയാളും തമ്മിലുള്ള നിയമപരമായ പ്രശ്നം അവസാനിക്കുന്നു. ദൈവ ക്രോധത്തിൽ നിന്ന് അയാൾ മോചിതനാവുകയും ചെയ്യുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേൽ ഉണ്ട്. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആത്മാവിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ റീബർത്ത് ഇൻ സ്പിരിറ്റ്, അത് എന്താണ് എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തിൽ പങ്കുപറ്റുന്നത് മൂലം നമ്മൾ എല്ലാവരും ദൈവിക ജീവൻ ഇല്ലാതെയാണ് ജനിക്കുന്നത്. ഈ ദൈവിക ജീവൻ നമ്മിലേക്ക് മടങ്ങി വരുന്ന പ്രക്രിയയെയാണ് ആത്മാവിൽ വീണ്ടും ജനനം എന്ന് നമ്മൾ വിളിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ ആത്മാവിൽ വീണ്ടും ജനനം നമ്മിൽ സംഭവിക്കുന്നു. ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ പ്രധാനപ്പെട്ട 5 മാറ്റങ്ങൾ അരങ്ങേറുന്നുണ്ട്. അവ ഏതാണെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചു. അവ ഏതൊക്കെയാണെന്ന് ഓരോ വാചകങ്ങളിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം അയാളെ ഒരു മകനായി, മകളായി ദത്തെടുക്കുന്നു.
പരിശുദ്ധാത്മാവായ ദൈവം അയാളിൽ വന്ന് വാസമർപ്പിക്കുന്നു. പിശാചിന് അയാളുടെ മേലുള്ള ആധിപത്യം അവസാനിക്കുന്നു. പാപത്തിന് അയാളുടെ മേലുള്ള ആധിപത്യം അവസാനിക്കുന്നു. ദൈവ ക്രോധത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു.